വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ.എം. അനിൽ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രശസ്തമായ ഒരു കഥയുടെ പേര് ഒരു മനുഷ്യൻ എന്നാണ്. സ്വാതന്ത്ര്യത്തെപ്പറ്റിയുള്ള ഉന്നതമായ സങ്കല്പങ്ങൾ വളർന്നു വന്ന കാലത്താണ് ഈ കഥ എഴുതിയത്. സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്നിങ്ങനെയുള്ള ആശയങ്ങൾ അശരണരായ മനുഷ്യർക്ക് വലിയ ആത്മവിശ്വാസം നൽകിയ കാലമായിരുന്നു അത്. ബഷീറിൻ്റെ കഥയിൽ നായകൻ ബഷീർ തന്നെയാണ്. ബോംബെ നഗരത്തിൽ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കുകയാണ് ബഷീർ. ഒരു ദിവസം കാലിച്ചായ കുടിക്കാനുള്ള ചില്ലറത്തുട്ടുമായി അദ്ദേഹം ഹോട്ടലിൽ കയറുന്നു. ചായയ്ക്കുള്ള പൈസ തൻ്റെ പേഴ്സിലുണ്ടെന്ന് പലതവണ ഉറപ്പുവരുത്തിയാണ് ബഷീർ ഹോട്ടലിലേക്ക് കയറിയത്. കാരണം ബോംബെ നഗരത്തിൽ പോക്കറ്റടി നിത്യസംഭവമാണല്ലോ. ചായയ്ക്ക് ഓർഡർ കൊടുത്ത് അദ്ദേഹം പ്രതീക്ഷയോടെ ഇരുന്നു. ചായ വന്നു. അത് ആശ്വാസത്തോടെ കുടിച്ച് കാശ് കൊടുക്കാനായി ബഷീർ കൗണ്ടറിലേക്ക് ചെന്നു. പോക്കറ്റിൽ തപ്പി. അതിൽ പേഴ്സില്ല. പ്രതീക്ഷിച്ച പോലെ പോക്കറ്റടിച്ചിരിക്കുന്നു. ബഷീറിന് കരച്ചിൽ വന്നു. തൊണ്ടയിടറിക്കൊണ്ട് അദ്ദേഹം കൗണ്ടറിലിരിക്കുന്ന മാന്യദേഹത്തോട് സംഗതി പറഞ്ഞു. എല്ലാം കേട്ടപ്പോൾ അയാൾ ബഷീറിനെ പരിഹസിച്ചുകൊണ്ട് ഇങ്ങനെ എത്ര കള്ളന്മാരെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. തുടർന്ന് ബഷീറിനോട് വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റാൻ ആവശ്യപ്പെട്ടു. ഒരാൾ പോലും തുണയില്ലാത്ത ഈ മഹാനഗരത്തിൽ വിവസ്ത്രനായി കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ട് അപമാനിതനായി മരിച്ചു പോകാൻ മാത്രം എന്ത് പാപമാണ് താൻ ചെയ്തതെന്ന് ബഷീർ മനസ്സിലോർത്തു. അദ്ദേഹം പരമകാരുണികനായ ദൈവത്തെ വിളിച്ച് കരഞ്ഞു. കുപ്പായത്തിൻ്റെ കുടുക്കുകൾ മെല്ലെ അഴിക്കാൻ തുടങ്ങി. പൊടുന്നനെ ഒരു മാന്യദേഹം കൗണ്ടറിൽ വന്ന് ഈ മനുഷ്യൻ എത്ര കാശാണ് തരാനുള്ളത് എന്ന് ചോദിച്ചു. ഹോട്ടലുടമ പറഞ്ഞ കാശ് അയാൾ നൽകി. ബഷീർ സ്വതന്ത്രനാക്കപ്പെട്ടു. ബഷീറിന് നടന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നി. അദ്ദേഹം കുപ്പായക്കുടുക്ക് നേരെയാക്കി തന്നെ അപമാനഭയത്തിൽ നിന്ന് രക്ഷിച്ച ആ മനുഷ്യന് പിന്നാലെ നടന്നു. ബഷീർ അയാളോട് ചോദിച്ചു, സാർ, താങ്കളുടെ പേരെന്താണ്? പക്ഷേ ബഷീറിനെ സഹായിച്ച ആ മനുഷ്യനൊന്നും മിണ്ടിയില്ല. അപ്പോൾ ബഷീർ പറഞ്ഞു, സാർ, താങ്കളുടെ പേര് മാത്രമാണ് ഞാൻ ചോദിച്ചത്. താങ്കൾ മറുപടിയൊന്നും പറയുന്നില്ലെങ്കിൽ താങ്കളെ ഞാൻ ദൈവദൂതനെന്ന് വിളിച്ചോട്ടെ. ബഷീർ തന്നെ വിടുന്നില്ലെന്ന് കണ്ട് അക്ഷമനായ അയാൾ പൊടുന്നനെ ഒരിടത്തെത്തിയപ്പോൾ തിരിഞ്ഞു നിന്നു. തൻ്റെ ജുബ്ബയുടെ 2 കീശയിലും കൈയിട്ട് കുറേ പേഴ്സുകൾ പുറത്തെടുത്തു. എന്നിട്ട് ചോദിച്ചു, ഇതിലേതാണ് തൻ്റെ പേഴ്സ്? അതെടുത്ത് വേഗം പോ. എന്താണ് ഈ കഥ നമ്മോട് പറയുന്നത്? മനുഷ്യനിൽ നന്മയും തിന്മയുമുണ്ട്. കള്ളനും ദൈവദൂതനുമുണ്ട്. കള്ളൻ തന്നെ ചില ജീവിത സന്ദർഭങ്ങളിൽ ദൈവദൂതനെപ്പോലെ പെരുമാറാം. അങ്ങനെ വരുമ്പോൾ ആരും കള്ളനായി അഥവാ ദൈവദൂതനായി ജനിക്കുന്നില്ല എന്ന് വരുന്നു. സാഹചര്യങ്ങളാണ് മനുഷ്യരെ നന്മയിലേക്കും തിന്മയിലേക്കും നയിക്കുന്നത്. മനുഷ്യൻ ജന്മവാസനകളാൽ മാത്രം നയിക്കപ്പെടുന്നൊരു ജീവിയല്ല. സാമൂഹ്യാസ്തിത്വം കൂടിയാണ് മനുഷ്യരുടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത്. തിന്മ പ്രവർത്തിക്കുന്ന ഒരാൾ സമൂഹത്തിലുണ്ട് എന്നതിനർത്ഥം ആ സമൂഹത്തിൽ തിന്മയുണ്ട് എന്നാണ്, അല്ലാതെ അയാളിൽ തിന്മയുണ്ട് എന്നു മാത്രമല്ല. അതുകൊണ്ട് കുറ്റവാളിയെ ശിക്ഷിക്കുന്നതിനേക്കാൾ കുറ്റവാളിയെ സൃഷ്ടിച്ച സമൂഹത്തെയാണ് ചികിത്സിക്കേണ്ടത്. എല്ലാ മനുഷ്യരിലും നന്മയുടെ വെളിച്ചമുണ്ട്. അതുകൊണ്ടാണ് ഉറൂബിന് മനുഷ്യരെല്ലാം സുന്ദരികളും സുന്ദരന്മാരുമാണെന്ന് തോന്നിയത്. സുലൈമാൻ ഖദീജയെ വിവാഹം കഴിക്കുമ്പോൾ അവൾക്ക് ആദ്യ ഭർത്താവിൽ 2-3 മക്കളുണ്ടായിരുന്നു. ഭർത്താവ് മരിച്ചുപോയതിനു ശേഷം അവൾ സ്വന്തമായൊരു ചായക്കട നടത്തുകയാണ്. അതിനിടയിലാണ് എവിടെ നിന്നോ വന്ന സുലൈമാൻ അവളെ വിവാഹം കഴിക്കുന്നത്. പക്ഷേ സുലൈമാൻ ഒരു പൂർവ്വജീവിതമുണ്ട്. ഒരു കാലത്ത് അയാൾ ഗോവിന്ദൻ നായരായിരുന്നു. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അദ്ദേഹം മതം മാറി സുലൈമാനായി. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് കുഞ്ചുക്കുട്ടി എന്ന സ്ത്രീയിൽ അയാൾക്കൊരു മകൻ പിറന്നിരുന്നു. അയാളുടേതല്ലാത്ത കാരണത്താൽ ആ സ്ത്രീയുമൊത്ത് ജീവിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അവൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാൻ കഴിഞ്ഞില്ല. അതിലൊരു മകൻ ജനിച്ച കാര്യവും അയാൾ അറിഞ്ഞിരുന്നില്ല. എല്ലാം അറിയുന്നത് ജീവിതത്തിൻ്റെ അസ്തമയ വേളയിലാണ്. അയാളുടെ മകൻ ഒരു നിയോഗം പോലെ അയാളുടെ അടുത്തെത്തുന്നു. പക്ഷെ അപ്പോഴേക്കും ജീവിതമാകെ മറ്റൊന്നായി തീർന്നിരുന്നു. ഈ കഥയൊന്നും അയാൾ ഖദീജയോട് പറഞ്ഞിരുന്നില്ല. ഒടുവിൽ ഒരു സന്ദർഭത്തിൽ എല്ലാം പറയാൻ അയാൾ തയ്യാറായി. കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഖദീജ പറഞ്ഞു, എൻ്റെ മക്കളെ നിങ്ങൾ നോക്കുന്നില്ലേ? അപ്പോൾ ഇങ്ങടെ മോൻ എനിക്ക് അന്യനാവോ? ഇത് കേട്ട സുലൈമാൻ ആ കുടുംബിനെ ഒന്ന് നോക്കി. അപ്പോഴത്തെ പോലെ അവൾ ഒരിക്കലും അത്ര സുന്ദരിയായി സുലൈമാന് മുമ്പ് തോന്നിയിട്ടില്ല. മനുഷ്യനിൽ ദുർലഭമായി മാത്രം സ്ഫുരിക്കുന്ന അലൗകികവും തീക്ഷ്ണവുമായ തേജസ്ഫുരണം ഉറൂബ് പല സന്ദർഭങ്ങളിലും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. തെറ്റുകൾ പൊറുക്കാനും കുറവുകൾ പരിഹരിക്കാനും മനുഷ്യർക്കു മാത്രമേ കഴിയൂ. തെറ്റ് ചെയ്തവനോട് പോലും കരുണ കാട്ടാൻ കഴിയുമ്പോഴാണ് മനുഷ്യർക്ക് സൗന്ദര്യം കൂടുക. അങ്ങനെ മനുഷ്യരിൽ കുടികൊള്ളുന്ന ദൈവികാംശത്തെ ഊതിക്കത്തിക്കാനാണ് മഹത്തുക്കൾ നമ്മോട് പറയുന്നത്. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ കെ.എം. അനിൽ.